നീ ചേട്ടനെ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയതിൽ ചേട്ടൻ എത്ര ഹാപ്പിയാണെന്നറിയാമോ? ചേട്ടനെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലെന്ന് അമ്മ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ടേ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും അത്തരത്തിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്നാണ് യങ് അവനോട് പറയുന്നത്. യങ് പറയുന്നത് യൂറിയെ കുറിച്ചായിരിക്കും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികളെല്ലാവരും കൂടി യൂറിയെ ഒരുപാട് കളിയാക്കുമായിരുന്നു. എന്നാൽ എല്ലാവർക്കും എങ്ങനെ പേടിയായതുകൊണ്ട് തന്നെ യൂറിയും എങ്ങും ഫ്രണ്ട്സ് ആവുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും. എന്നാൽ പുതിയ സുഹൃത്തുക്കളെ കിട്ടിയപ്പോൾ യൂറി എങ്ങനെ മറന്നു. എങ്ങനെയാണെങ്കിൽ അതൊട്ടും അക്സെപ്റ്റ് ആക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം പേടിപ്പിച്ചു വിട്ടാൽ യൂറി വീണ്ടും തന്റെ അടുത്തേക്ക് തന്നെ വരുമെന്നാണ് യങ് പ്രതീക്ഷിച്ചത്. എന്നാൽ യൂറിക്കും അവളെ പേടിയാവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിക്കുന്നത്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവുമെന്നൊക്കെ പറയുന്നത് വെറും സങ്കല്പം മാത്രമാണെന്നാണ് യങ് ടേയോട് പറയുന്നത്.